കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 16ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, 16ാമത്തെ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2000 ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ് തന്നത്. 31st December 2000 റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഫസ്റ്റ് പാർട്ട് റിസീപ്റ്റും സെക്കൻഡ് പാർട്ട് എന്താണ്, പേയ്മെൻറ്റ്സുമാണ്. റിസീപ്റ്റ് പാർട്ടിലുള്ളത് ബാലൻസ് ബ്രോഡ് ഓൺ 2100, സബ്സ്ക്രിപ്ഷൻ ഫോർ 1999 500, സബ്സ്ക്രിപ്ഷൻ 2000 5000, then next subscription 2001 200, donation for building 5500, sports material 200, rent 1300, entrance fee 300, match fund 10,000, locker rent 350, lecture hall 200. ഓക്കെ, ടോട്ടലി 25,650 എന്ന് കിട്ടും. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന പേയ്മെൻറ്റ്സ് സൈഡിൽ വരുന്ന ഏതൊക്കെയാണ്? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1300, ദെൻ അഡ്വർടൈസ്മെൻറ്റ് 800, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അറ്റ് 5% ഓൺ 1st November 2000, ഇൻട്രസ്റ്റ് പേബിൾ ഓൺ 1st May ആൻഡ് 1st November 8000, ദെൻ നെക്സ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 2500, മാച്ച് എക്സ്പെൻസസ് 900, ക്രെഡിറ്റേഴ്സ് ഫോർ 1999 650, സാലറീസ് 1750, സ്പോർട്സ് മെറ്റീരിയൽ 3000, ഹോണറേറിയം 430, ദെൻ ഇലക്ട്രിസിറ്റി 275, ബാലൻസ് carried on 6045, then totally 25,650. ഓക്കെ, ദെൻ ഇതിൻ്റെ കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അതിൽ സ്പോർട്സ് മെറ്റീരിയൽ 31st December 1999 അതായത് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 430 ആണ്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 750 ആണ്. പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ് ഓപ്പണിംഗ് 50യും അതേപോലെ ക്ലോസിംഗ് എത്രയാണ്? 80യുമാണ്. ഇനി ക്രെഡിറ്റേഴ്സ് ഫോർ പ്രിൻറ്റിംഗ് 80, ദെൻ ഓപ്പണിങ്ങിൽ 80യും ക്ലോസിങ്ങിൽ ഇല്ല. ദെൻ നെക്സ്റ്റ് റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 2001 എത്രയാണ്? 100. ഓക്കെ, ദെൻ സാലറി ഓഫ് ട്രഷറർ ഔട്ട്സ്റ്റാൻഡിങ് 250. നെക്സ്റ്റ് വൺ സർപ്ലസ് ഫ്രം ഹൗസ് അക്കൗണ്ട് ഇൻക്ലൂഡിങ് റിഫ്രഷ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 150. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ശ്രദ്ധിക്കുക, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന എക്സ്പെൻസുകളെയാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്ന എക്സ്പെൻസ് ആണ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ക്വസ്റ്റ്യനിൽ തന്നത് 1300 ആണ്. ഇതുകൂടാതെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നതിൽ പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 50, അതേപോലെ ക്ലോസിംഗ് ബാലൻസ് 80യും തന്നിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസിനെ ആഡ് ചെയ്യും, ക്ലോസിംഗ് ബാലൻസിനെ ലെസ് ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 80 തന്നിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലെസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1300 പ്ലസ് 50 മൈനസ് 80 മൈനസ് 80. ഓക്കെ, മൈനസ് 80 എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് 80, മറ്റൊന്ന് ക്രെഡിറ്റേഴ്സ് ആണ് ഓപ്പണിങ്ങിൽ വരുന്ന 80. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1190 എന്ന് എമൗണ്ട് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന അടുത്ത എക്സ്പെൻസ് എന്താണ്? അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് എത്രയാണ്? 800 ആണ്. ആ 800നെ കാണിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന എക്സ്പെൻസുകൾ നോക്കുക. അടുത്ത എക്സ്പെൻസ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് സാലറീസ് ആണ്. സാലറീസ് എത്രയാണ്? 1750 ആണ്. സാലറീസ് വരുന്നത് 1750 ആണ്, 1750. ഈ സാലറി എന്നതിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട്. ട്രഷററുടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 250. അതിന് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2000 എന്ന എമൗണ്ട് കോളത്തിൽ കൊടുക്കാം. ഓക്കെ, അതായത് 1750 പ്ലസ് 250 എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന
എക്സ്പെൻസ് എന്താണ്? സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 3000. അപ്പോൾ 3000 സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കണം. 3000 ഇന്നർ കോളത്തിൽ ജസ്റ്റ് കാണിക്കുക. സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിൽ കാണിക്കുക. അതാണ് പർച്ചേസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത്. ഇനി ഇതിൽ സ്പോർട്സ് മെറ്റീരിയലിൽ എന്തുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നുണ്ട് 430 ഓപ്പണിംഗ് ബാലൻസ്. ഈ ഓപ്പണിംഗ് ബാലൻസിന് ആഡ് ചെയ്യണം. അതേപോലെ ക്ലോസിംഗ് ബാലൻസിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, ഓപ്പണിംഗ് 430 ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് 750 എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. അപ്പം 3000 പ്ലസ് 430 മൈനസ് 750, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2680 എന്ന് ആൻസർ കിട്ടും. അടുത്ത എക്സ്പെൻസ് വരുന്നത് ഹോണറേറിയം 430, അതേപോലെ ഇലക്ട്രിസിറ്റി 275. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഹോണറേറിയം 430, അതേപോലെ ഇലക്ട്രിസിറ്റി എത്രയാണ്? 275 ആണ്. അപ്പോൾ എക്സ്പെൻസസ് സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ആദ്യം എടുത്തിരുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താണ്? ഇൻകമാണ്. ഇൻകം എന്നതിൽ ഇവിടെ പ്രധാനപ്പെട്ടൊരു ഇൻകമാണ് എന്ത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് എത്രയാണ്? സബ്സ്ക്രിപ്ഷൻസ് 5000 ആണ് 2000 തന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്നത് 2000 അത് ജസ്റ്റ് മനസ്സിലാക്കുക. 2000 നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ 2000 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 5000 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ആ 2000 സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്നു. 2000 സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? ഇവിടെ 5000 ആണ്. 5000 നമ്മൾ ഇന്നർ കോളത്തിൽ കൊടുക്കുന്നു. ഇനി ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ 1999 കാണിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും എത്രയാണ് വരേണ്ടത്? 460 ആണ് 1995 എസ്റ്റിമേറ്റഡ് സബ്സ്ക്രിപ്ഷൻ വരേണ്ടത്. പക്ഷേ 500 ആണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ 500 എന്ന് പറയുമ്പോൾ 40 എന്തായിട്ടുണ്ടാവും? കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. ഈ 40 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2000 അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 2000 അത് അഡ്വാൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ അതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സസ് റിസീവ്ഡിനെ ആഡ് ചെയ്യുന്നു. ഇത് അഡ്വാൻസ് റിസീവ്ഡ് എന്നുള്ള നിലക്കാണ്. 2000 അഡ്വാൻസ് റിസീവ്ഡ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ 5040 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ഇൻകംസ് എല്ലാം എന്ത് ചെയ്യണം? ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് 200 കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മെറ്റീരിയൽ വിറ്റത് കൊണ്ട്, സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ പണമാണ് എത്ര? 200 എന്ന് പറയുന്നത്. അപ്പോൾ ബൈ സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 200 കാണിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന ഇൻകം റെൻറ്റ് 1300 വന്നിട്ടുണ്ട്. റെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡിംഗ് ഒക്കെ റെൻറ്റിന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? ഇൻകമായിട്ട് കിട്ടുന്നതാണ് ഇവിടെ റെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ റെൻറ്റിൻ്റെ കേസിൽ അഡ്വാൻസ് റിസീവ്ഡ് കൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസിനെ നമ്മൾ മൈനസ് ചെയ്യണം. ഇവിടെ 1300 ആണ് റെൻറ്റ് വരുന്നത്. അതിൽ നിന്ന് അഡ്വാൻസിനെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 1200 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് വരുന്ന സമയത്ത് നമ്മൾ മൈനസ് ആണ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ് ലോക്കർ റെൻ്റ് എന്ന് പറയുന്നത്. ലോക്കർ റെൻ്റ് എന്ന് പറയുന്നത് നമുക്കെന്താണ്? ഇൻകമാണ്. ഓക്കെ, ആ ലോക്കർ റെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കാണിക്കുന്നു 350 എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമ്മളിവിടെ കാണിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ ഇൻട്രസ്റ്റ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 8000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നത്. ഇതിൻ്റെ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്? 5% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5% പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നവംബറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. നോർമലി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നവംബറിലും അതേപോലെ തന്നെ മെയ്യിലുമാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സുകൾ നടത്തുന്നത്. ഇവിടെ നവംബറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നവംബർ ഡിസംബർ 2 മാസമേ ഉണ്ടാവും. ഓക്കെ, അപ്പം നവംബറിൽ കൊടുക്കുന്ന ഡിസംബറിൽ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിസംബറിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ 2 മാസത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ 8000 × 5/100 ഇൻറ്റു എന്ത് വരും? 2/12 കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 67 എന്ന് കിട്ടും ഇൻട്രസ്റ്റ് എമൗണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഒരു ഇൻകമാണ് ലെക്ചർ ഹാള് 200 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം ലെക്ചർ ഹാള് നമ്മൾ കാണിക്കുന്നു. എത്രയാണ് ഇൻകം ഫ്രം ലെക്ചർ ഹാൾ എന്ന് പറഞ്ഞ് 200 നമ്മൾ കാണിക്കുന്നു. ഓക്കെ,
ഇനി ജസ്റ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രെഡിറ്റേഴ്സ് ഫോർ 1999 750 ആണ്, പക്ഷെ നമ്മൾ എമൗണ്ട് കൊടുത്തതായി കാണിക്കുന്ന എത്രയാണ്? 650 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പണത്തിൻ്റെ 750യിൽ നിന്ന് നമുക്ക് 100 രൂപ എന്തായിട്ടുണ്ട്? അവർ കുറച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ബൈ ഇൻകം ഓൺ സെറ്റിൽമെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 100 ഇൻകം ആയിട്ട് കാണിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ സർപ്ലസ് ഫോർ ഹൗസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ട്? 150 ഉണ്ട്. അതും നമുക്ക് ഇൻകമാണ്. അതും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻകമായിട്ട് 150 കാണിക്കുന്നു. ഓക്കെ, 150 ബൈ സർപ്ലസ് ഫ്രം ഹൗസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 150 കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും ഐറ്റംസിനെ കാണിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ഇതുകൊണ്ട് ബാലൻസ് കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഡെബിറ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 7375 എന്ന് കിട്ടും ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ. ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 7375 കിട്ടും. അത് നമ്മൾ രണ്ട് സൈഡിലും കാണിക്കുന്നു, ഡെബിറ്റ് സൈഡിലും അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡ് മൊത്തം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ക്രെഡിറ്റ് സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7305 ആണ്. അപ്പോൾ 7375 നിന്നും 7307 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 68 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താണ്? ഡെഫിസിറ്റ് ആണ്. ഡെബിറ്റ് സൈഡിലാണ് കിട്ടുന്നത്, സർപ്ലസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഡെഫിസിറ്റ് ആണ്. എമൗണ്ട് എത്ര കിട്ടും? 68 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.